ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നോമ്പിനൊക്കെ ശേഷമുള്ള പുതിയ റുട്ടീനും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്ളോഗായിരിക്കും, കണ്ടു നോക്കുക. അപ്പോൾ ഇപ്പോൾ രാവിലെ 5:25 കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് എഴുന്നേൽക്കുന്നത്. മുന്നേ നോമ്പുള്ള സമയത്ത് നമ്മൾ 3:45 റുട്ടീനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടല്ലേ. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ 5:25 മുന്നേയൊക്കെ 5:30 എണീറ്റിരുന്നത്. ഞാനൊരു 5 മിനിറ്റ്സ് കൂടി നേരത്തെ എഴുന്നേക്കാമെന്ന് വിചാരിച്ചു. തലേദിവസം തന്നെ ഞാൻ കുറച്ച് ജീരകവെള്ളം തിളപ്പിച്ചിട്ടുണ്ടായി. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്കത് കുടിക്കാം. അതുപോലെ പുട്ടും പയറുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചെറുപയർ സോക്ക് ചെയ്ത് കുക്കറിനകത്ത് തന്നെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ ഞാൻ കുറച്ച് വെള്ളം കെറ്റിലിൽ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫ്ലാസ്കിനകത്തോട്ട് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇവിടുത്തെ പ്ലഗിന് കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് സിറ്റിംഗ് റൂമിലുള്ള പ്ലഗിലാണ് നമ്മുടെ കെറ്റിലിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വെള്ളം ചൂടാക്കിയിട്ട് ഫ്ലാസ്കിനകത്ത് റെഡിയാക്കി വെച്ചാൽ കിച്ചണിൽ ചൂടുവെള്ളം റെഡി ആയിട്ടുണ്ടാവുമല്ലോ. എങ്ങനെ ചെയ്താലും നമ്മുടെ കയ്യിൽ ചൂടുവെള്ളം റെഡിയാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ജീരകവെള്ളം കുറച്ച് വാമായിട്ട് മാക്സിമം ഈ ഒരു കപ്പ് കുടിക്കാൻ നോക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ റേസിൻസ് ആണ് കഴിക്കുന്നത് കേട്ടോ. അതല്ലെങ്കിൽ സോക്ക്ഡ് ആൽമണ്ട്സും നമുക്ക് കഴിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ആൽമണ്ട്സ് സോക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റേസിൻസ് ആയിരിക്കും കഴിക്കുന്നത്. ഒത്തിരി നല്ലതാണ്. അത് വെള്ളത്തിൽ മുക്കി വെച്ചതാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ സോക്ക് ചെയ്യാൻ ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് ഡയറക്റ്റ്ലി ആയിരിക്കും കഴിക്കുന്നത്. അപ്പം ഇത് നല്ലൊരു ഹാബിറ്റാണ് കേട്ടോ. രാവിലെ തന്നെ ചൂടുവെള്ളം കുടിക്കുക, അതുപോലെ സോക്ക്ഡ് ആൽമണ്ട്സ് സോക്ക് ചെയ്തത് കഴിക്കുക. പിന്നെ ഞാൻ നമ്മുടെ എക്സസൈസ് റുട്ടീൻ അത് നമ്മൾ ബാക്ക് ടു നോർമൽ റുട്ടീനിലേക്ക് ആവാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളായിട്ട് വാക്കിംഗ്, എക്സസൈസ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ രാവിലെ തന്നെ വീണ്ടും നമ്മുടെ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് വളരെ സ്ലോ ആയിട്ടാണ്, ഫാസ്റ്റായിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മൾ 30 മിനിറ്റ്സിൽ ഒരു സ്പീഡ് 5 ഇട്ടിട്ട് വാക്ക് ചെയ്യും. സ്വെറ്റ് ചെയ്യത്തൊന്നുമില്ല കേട്ടോ. എന്നാലും ആ ഒരു നമ്മുടെ ഹാബിറ്റ്, നമുക്ക് ആ ഒരു റുട്ടീൻ നമുക്ക് തിരിച്ചു വരുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ എനിക്കിങ്ങനെ വാക്കിംഗ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും നല്ലൊരു ആക്റ്റീവ് ഡേ ആയിട്ട് കിട്ടാറുണ്ട്. പിന്നെ നമ്മളുടെ ഫിറ്റ്നസ്സൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണമല്ലോ. അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മൾ കിച്ചണിൽ തിരിച്ച് വന്നിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുപയറിലേക്ക് ഉള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരുവിധം ഏറ്റവും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണെന്ന് പറയാം പുട്ടും പയറും. അപ്പോൾ പയർ ജസ്റ്റ് ഒരു വിസിൽ കൊടുത്താലാവുമല്ലോ. അപ്പോൾ ഞാൻ പുട്ടിൻ്റെ കൂട്ടത്തിൽ ഓട്സ് പുട്ടും കൂടി നനച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ ഞാൻ ക്വേക്കർ ഓട്സ് ആണ് വാങ്ങിക്കുക. ക്വേക്കർ അല്ലെങ്കിൽ കെലോഗ്സ് ഒക്കെയാണ് വാങ്ങിക്കുക. ഇതിപ്പം അന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സാധാരണ നമ്മളിങ്ങനെ കുഴച്ച് വെച്ചിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പം അത് അത്ര സുഖമായിട്ട് വന്നിട്ടില്ല. പിന്നെ സവാള വഴറ്റിയെടുക്കുകയാണ് ചെറുപയറിന് വേണ്ടിയിട്ട്. അവിടെ നമ്മുടെ ഓട്സ് പുട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു, നമ്മുടെ സവാള നല്ല പോലെ ഇച്ചിരി എണ്ണയൊക്കെ അധികം ഇട്ട് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. പുട്ട്, ഓട്സ് പുട്ട്, അതുപോലെ പയർ മെഴുക്ക് വരട്ടി ഇതാണ്. അതുപോലെ 2 പഴവും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുട്ടികൾക്കുള്ള ഹോർലിക്സ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. മോനൊക്കെ നല്ല ക്ഷീണമുണ്ട് നോമ്പിനൊക്കെ ശേഷം. അപ്പോൾ അതൊക്കെ മാറാമെന്ന് വെച്ചിട്ട് ഞാൻ ഹോർലിക്സ് എടുക്കുകയാണ്. പിന്നെ അന്നത്തെ ദിവസമാണ് മോൻ അബാക്കസിന് ജോയിൻ ചെയ്യുന്നത്. വെക്കേഷനായിട്ട് ഒരു ക്ലാസ്സോ ആക്ടിവിറ്റീസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുൾ ടൈം ടിവിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് എപ്പോഴും സമയം കളഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു പുതിയ സംഭവം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് നേരത്തെ ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ അവർക്കാണെങ്കിലും കുറച്ച് കോൺസെൻട്രേഷൻ ആണെങ്കിലും മാത്സ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഒത്തിരി നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല അവന് അതെങ്ങനെ ഇഷ്ടമാവും എന്നൊന്നും ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി ജോയിൻ ചെയ്തിട്ട് പിന്നെ മോനവിടെ 2 മണിക്കൂർ അവിടുത്തെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ ബാഗൊക്കെ ആയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. പിന്നെ നമുക്ക് തന്നെ പോയി പിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സ്കൂട്ടറിൽ തന്നെ പോയി പിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വെക്കേഷൻ ഒരു നല്ലൊരു ആക്ടിവിറ്റി ആവുമല്ലോ. വീക്ക്ലി 2 ക്ലാസ്സാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു സമയം കൊണ്ട് തിരിച്ചു വന്നിട്ട് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പ്ലാനറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് ദിവസമായി അത് ഇതുവരെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ 5th or 6th അങ്ങനെ ഏതൊരു ദിവസമാണ് കേട്ടോ ഈ വ്ളോഗ് ചെയ്തത്.
അപ്പോൾ ഞാൻ അന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വാക്കിംഗ് ചെയ്തിട്ടുണ്ടല്ലോ, അത് മാർക്ക് ചെയ്തു. പിന്നെ എനിക്ക് ഒന്നും തന്നെ മാർക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല, കാരണം എക്സസൈസ് ഞാൻ പയ്യെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ റീഡിങ്ങും ചെയ്യാനുണ്ട്, അത് ഇനി പിന്നീടായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഡയറി റൈറ്റിംഗ് അപ്പോൾ തന്നെ ഇരുന്ന് ചെയ്തു കേട്ടോ. ഏതായാലും നമ്മൾ പ്ലാനർ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അപ്പോൾ തന്നെ എഴുതാമെന്ന് വിചാരിച്ച് അങ്ങനെ എഴുതി. പിന്നെ അതുപോലെ മന്ത്ലി ടു ഡു ലിസ്റ്റ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീക്ക്ലി ടു ഡു ലിസ്റ്റ്, കിഡ്സ് ടു ഡു, സെൽഫ് കെയർ, അതൊക്കെ കുറച്ചൊക്കെ ഞാൻ എഴുതി വെച്ചു കേട്ടോ. പിന്നെ അതുപോലെ എൻ്റെ ഫിറ്റ്നസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പിന്നെ നമ്മൾ എക്സസൈസിൻ്റെ കൂടെ ഡയറ്റും കൂടി നമ്മൾ നോക്കണമല്ലോ. മുന്നേ അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ ഓട്സ് പുട്ടാണ് കഴിച്ചത്. പിന്നെ നമ്മൾ 11 മണിക്കൊരു സ്നാക്ക് കഴിക്കുന്ന ശീലം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരു മാങ്ങ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഈ നോമ്പിന് ശേഷം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഡയറ്റെല്ലാം ശരിക്കൊരു പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് വരും. ചില സമയത്ത് നമുക്ക് വിശപ്പ് തോന്നില്ല, ചില സമയത്ത് നല്ല ക്ഷീണം തോന്നും. എനിക്കാണെങ്കിൽ ആ ഒരു കുറച്ച് ദിവസമായിട്ട് നല്ല ഒരു ക്ഷീണം തന്നെ തോന്നിയിരുന്നു. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ എക്സസൈസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി. വാക്കിംഗ് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷേ എക്സസൈസ് എന്തായാലും ഞാൻ കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആയതിന് ശേഷം കൊണ്ടുവരാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ മാങ്ങയുടെ സീസണല്ലേ, അപ്പോൾ മാങ്ങ അത്യാവശ്യം നല്ല കാലോറി റിച്ച് ആണ്. പക്ഷേ നമ്മൾ മാങ്ങ പൊതുവേ നമുക്ക് വണ്ണം വയ്ക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റാണ് കേട്ടോ. പക്ഷേ നമ്മൾ മിഡ് മോർണിംഗ് സ്നാക്കോ അതല്ലെങ്കിൽ ഈവനിങ്ങിൽ നമ്മൾ സ്നാക്ക് കഴിക്കില്ലേ, അതായിട്ട് മാങ്ങ കഴിക്കുവാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതുപോലെ നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ നമ്മൾ മാങ്ങ കഴിക്കുവാണെങ്കിലും അത് അത്ര നല്ലതല്ല എന്ന് പറയാറുണ്ട്. ഫ്രൂട്ട്സ് എപ്പോഴും ഫുഡിന് മുന്നേ, അതായത് മെയിൻ ഫുഡിന് മുന്നേ കഴിക്കുന്നതാണ് നല്ലതെന്ന് പറയും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും മിഡ് മോർണിംഗ് സ്നാക്കായിട്ടാണ് മാങ്ങ എടുക്കുന്നത്. എനിക്കപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ഷീണവും തോന്നി. പുറത്തൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വന്നാൽ സ്കൂട്ടറിലാണെങ്കിലും നല്ലൊരു ക്ഷീണം തോന്നുമല്ലോ. അപ്പോൾ എന്തായാലും പിന്നെ ഇപ്പോൾ കിട്ടുന്ന മാങ്ങയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാ മാങ്ങയും നമ്മൾ വാങ്ങലുണ്ട്. പ്ലിയൂരാണ് മെയിനായിട്ട് വാങ്ങിക്കൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പണികൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കായ മെഴുക്കുവരട്ടി ഉണ്ടാക്കി വെച്ചിരുന്നു, അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ മറന്നു പോയിട്ട്, അതെന്തോ മിസ്സായിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് പരിപ്പ് കറിയാണ്, ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പരിപ്പ് കറി. അപ്പോൾ പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഈ കുക്കറിൽ തന്നെ ഞാൻ കുതിർത്ത് വെക്കുകയാണ്. പരിപ്പും തക്കാളിയും പിന്നെ കുറച്ച് വേപ്പില, പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് കുറച്ച് നേരം കുതിർത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ പരിപ്പ് കറി. ഇത് കഴിയുമ്പോൾ അന്ന് കുതിർന്ന് കഴിയുമ്പോൾ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ജസ്റ്റ് താളിച്ചെടുക്കുക. അപ്പം ഇതിലിപ്പോൾ തക്കാളി ചേർത്തിട്ടുള്ള പരിപ്പ് കറിയാണ് കേട്ടോ. തേങ്ങയൊന്നും ചേർക്കത്തില്ല, ജസ്റ്റ് പരിപ്പ് വേവിച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ചോറിന് വേണ്ടിയിട്ട് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും സൈഡ് ബൈ സൈഡ് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് കുട്ടികൾക്ക് ഇച്ചിരി വൈറ്റ് റൈസ് ഉണ്ടാക്കി കൊടുക്കാം. കാര്യം അവർക്ക് 2 പേർക്കും കുത്തരിച്ചോറിനോട് ഇഷ്ടം കുറവാണ്. നോമ്പിന് ശേഷം നമ്മൾ വീണ്ടും ചോറിലോട്ട് തിരിച്ചു വരികയാണല്ലോ. അപ്പോൾ വൈറ്റ് റൈസ് ആണെങ്കിൽ കുറച്ചുകൂടി ഒരു ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം എന്തായാലും വൈറ്റ് റൈസും കൂടി ഉണ്ടാക്കാം, അങ്ങനെ ഒരു പ്ലാനാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ. കാര്യം നല്ലൊരു ക്ഷീണം തോന്നുമായിരുന്നു എനിക്ക്, എന്തൊക്കെ ചെയ്തിട്ടും ക്ഷീണം തന്നെ തോന്നുമായിരുന്നു. അപ്പോൾ ഗ്രീൻ ടീ കുറച്ച് ഹെൽത്തിയുമാണ്, കുറച്ചൊരു ഉഷാറ് തോന്നുകയും ചെയ്യുമല്ലോ. അപ്പം വെള്ളമൊക്കെ തിളപ്പിച്ച് പിന്നെ അതിലേക്ക് ഗ്രീൻ ടീ ബാഗ് ഇട്ടിട്ട് ജസ്റ്റ് നമ്മുടെ മഗ്ഗിലോട്ടാക്കി അപ്പം കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് ഗ്രീൻ ടീ കുടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തേനും ഒരു 12 o'clock ആയിട്ടുണ്ട്. അപ്പോൾ 10:30 to 12:30 വരെയാണ് കേട്ടോ മോൻ്റെ ക്ലാസ്. അപ്പം ഞാൻ എന്തായാലും പോയി വിളിക്കണം. അപ്പോൾ ഒരു 12:25 ആയപ്പോഴത്തേനും നമ്മളവിടെ പോയി വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്ത സമയത്ത് മോന് അത്ര വലിയൊരു സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും തിരിച്ച് വന്നപ്പോഴത്തേനും കുഴപ്പമില്ലായിരുന്നു. കാരണം പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പം കുറച്ച് രസമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമ്പോഴാണല്ലോ കുട്ടികൾക്ക് അതൊരു ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചതിലും ഒക്കെ ബെറ്ററായിട്ടാണ് ആൾ റെസ്പോണ്ട് ചെയ്തത്.
അതെന്തായാലും ഒരു സമാധാനം. കാരണം നമുക്ക് തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ക്ലാസ്സിനൊക്കെ കൊണ്ടുവന്നാക്കുമ്പോൾ അത്രയും നേരമെങ്കിലും ഒരു പ്രൊഡക്റ്റീവായിട്ട് കുറച്ച് നല്ല കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ. അപ്പോൾ തിരിച്ചു വന്ന് അതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ആൾ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് കേട്ടോ. ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം. ഇവിടെയാണ് ഇത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് 1 2 3 4. അത് ഈ കൈമ ചെയ്യണം. 1 2 3 4. ഇനി ലെസ് ചെയ്യണമെങ്കിൽ 2 ആണെങ്കിൽ 2. ഓക്കെ. പിന്നെ തിരിച്ചു പോരുന്ന വഴിക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. ഇങ്ങനെ തിരിച്ചു പോരുമ്പോൾ കുട്ടികൾക്കൊരു ആഗ്രഹമായിരിക്കുമല്ലോ, ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും വേണം, സർപ്രൈസായിട്ട് എന്തെങ്കിലും വേണം. അതും പിന്നെ ഞാൻ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയും വാങ്ങിച്ചു. കാരണം നമ്മൾ ബാക്ക് ടു നമ്മുടെ പഴയ ഡയറ്റിലോട്ട് വരികയാണ്. അപ്പോൾ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി തന്നെ വാങ്ങിച്ചു. ചപ്പാത്തി ഉണ്ടാക്കിയൊന്നുമില്ല, എന്തായാലും നല്ല ടയേർഡാണ്. അപ്പം എന്തായാലും ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ മോന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ലൈം ജ്യൂസ്, മിൻറ്റ് ലൈം ജ്യൂസ്. അതല്ലാതെയുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിയാണ്. അപ്പോൾ ആകെ കഴിക്കുന്നത് അതായതുകൊണ്ടും പിന്നെ നല്ലത് ഹെൽത്തിയും ആയതുകൊണ്ട് ചൂടുമല്ലേ, അപ്പോൾ നമ്മുടെ തന്നെ മിൻറ്റും ലെമണും ഒക്കെ ആയിട്ട് നല്ലൊരു മിൻറ്റ് ലൈം ജ്യൂസ് ഉണ്ടാക്കി. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ചൂടിന് നല്ലൊരു സുഖമായിരിക്കുമല്ലോ കഴിക്കാൻ. അങ്ങനെ നമ്മുടെ ഗ്രീൻ കളറിലുള്ള മിൻറ്റ് ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്കത് കൊടുക്കണം കേട്ടോ. നല്ല റിഫ്രഷിങ് അല്ലേ ചൂട് സമയത്ത്. തണുപ്പിച്ചിട്ടൊന്നുമല്ല കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള മിൻറ്റ് ലൈം ജ്യൂസ് കുട്ടികൾ നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ കുടിച്ചത്. പിന്നെ ഞാൻ എൻ്റെ പണികളിലോട്ട് തിരിച്ചു വന്നു. അപ്പോൾ ആ പരിപ്പൊക്കെ വെന്ത് റെഡിയായി കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ വൈറ്റ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം വെച്ചു. അപ്പോൾ നേരത്തെ ഗ്രീൻ ടീ ഉണ്ടാക്കിയല്ലോ, അപ്പോൾ അതിൻ്റെ ആ ടീ ബാഗ് നമ്മൾ കളയണ്ട കേട്ടോ. അപ്പോൾ ഞാനത് ഒരുപാട് യൂസ് ചെയ്യും. ചില സമയത്ത് ഞാനത് തലയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. ഗ്രീൻ ടീ മുടിക്ക് നല്ലതാണ്. ചില സമയത്ത് ഞാനത് ഫേസിലും ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കും. അപ്പോഴത്തേനും നമ്മുടെ ഫേസിനും നല്ലൊരു ടോണർ തന്നെയാണല്ലോ ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഫേസിന് നല്ലതാണ്. പിന്നെ ബാക്കിയും ഞാൻ ഗ്രീൻ ടീ ആ ബാഗ് കളയില്ല. നമ്മൾ എന്തെങ്കിലും ഹെയർ പാക്കോ ഫേസ് പാക്കോ ഉണ്ടാക്കുമ്പോൾ ആ ഗ്രീൻ ടീയുടെ ബാഗ് പൊട്ടിച്ചിട്ടാൽ അതും നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഓലമീൻ എന്ന് പറയുന്ന ഫിഷാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനാണ് കേട്ടോ വിചാരിക്കുന്നത്. ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ കറികളും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഓലമീൻ ഫ്രൈ ആക്കി, പിന്നെ പരിപ്പ് കറി, പിന്നെ കായ മെഴുക്ക് പുരട്ടി, പിന്നെ നമ്മുടെ കുത്തരിച്ചോറും പച്ചരിയുടെ ചോറും ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ല വിഭവസമൃദ്ധമായ നാടൻ ഊണാണ് എന്നുള്ളത്. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ വന്ന് തുടങ്ങി. അതിന് മുന്നേയൊക്കെ ആണെങ്കിൽ 1-2 പ്രാവശ്യം ചോറ് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര ആഗ്രഹമാണ് ചോറ് കഴിക്കാൻ. അപ്പോൾ അത്രയ്ക്ക് തന്നെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മെയിൻലി ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബാക്ക് ടു റുട്ടീനിലേക്ക് വരുന്നതും എക്സസൈസ് ആണെങ്കിലും പിന്നെ നമ്മുടെ ഡയറ്റ് ആണെങ്കിലും എല്ലാം പഴയ പോലെ ഒരു റുട്ടീനിലേക്ക് വരുന്ന അത് വെച്ചിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ അതുപോലെ മോൻ്റെ വെക്കേഷൻ ആക്ടിവിറ്റി അതിനെക്കുറിച്ചിട്ട് ഒരു അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.